ഞാൻ മനസ്സിലാക്കിയത് ഉക്രൈനും ഇസ്രയേലും എന്നുള്ളത്. ഇസ്രയേലുമായിട്ടൊരു കണക്ഷനുണ്ട്. 2000 കൊല്ലം മുമ്പ് കൊടുങ്ങല്ലൂർ, ഐ കം ഫ്രം കൊടുങ്ങല്ലൂർ, ആ ഭാഗത്ത് വളരെയധികം ജൂതന്മാരുണ്ടായിരുന്നു. 16 കൂടുതൽ അവരുടെ അമ്പലങ്ങളും വലിയൊരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. സോ ദ നിക് നെയിം ഫോർ ദാറ്റ് പാർട്ട് ഓഫ് കേരള വാസ് ഈസ്റ്റേൺ ജെറുസലം. ഞാൻ എൻ്റെ റഷ്യയിലുള്ള ഒരു ജൂയിഷ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്നെ കണ്ടാൽ ഒരു ജൂതനെ പോലെ ഉണ്ടോ എന്ന് ചോദിച്ചു. സോ ഹി വാസ് സർപ്രൈസ്, വാസ് ഇറ്റ്? ഞാൻ പറഞ്ഞു ഐ ആം ഫ്രം ഈസ്റ്റേൺ ജെറുസലം. ഉക്രൈനയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ അക്രഡിറ്റഡ് കമ്പനി എൻ്റെ ആയിരുന്നു. മൈ വൈഫ് ഈസ് സിറ്റിംഗ് ഹിയർ, ഷീ ഈസ് ഫ്രം ഉക്രൈൻ. റഷ്യയെ പോലെ തന്നെ ഉക്രൈനെ പറ്റിയും എനിക്ക് കഴിഞ്ഞ 40 കൂടുതൽ കൊല്ലങ്ങളുടെ റിലേഷൻ ഉണ്ട്. സോ ഇറ്റ് വുഡ് ബി ലവ്ലി ടു inaugurate the radio station for that part of the country, that part of the world. ഞാൻ സയൻസും ടെക്നോളജിയുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഇപ്പോഴും ഒരു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. So when you talk about radio, you think about something that is laid back. അതിനിപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. റേഡിയോ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിച്ച മാർക്കോണി വേ ബാക്ക് ഇൻ 1895, ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ ലോകത്ത് പെൻസിൽവേനിയയിൽ അമേരിക്കയിലാണ് ഉണ്ടായത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സമയത്ത് റേഡിയോ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിൽ വളരെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് തന്നെ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ട് റേഡിയോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത്, എൻ്റെ വളരെ കുട്ടിക്കാലത്ത് റേഡിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ബോക്സ് ദാറ്റ് യു ഹാവ് അറ്റ് ഹോം. ദെൻ യു ഹാഡ് ദ ട്രാൻസിസ്റ്റർ റേഡിയോസ് ദാറ്റ് കെയിം ഇൻ. ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ട്രാൻസിസ്റ്റർ റേഡിയോ കുറേ നേരം അമ്മൂമ്മയുടെ റൂമിലായിരിക്കും, പിന്നെ മുത്തച്ഛൻ്റെ റൂമിൽ. അമ്മൂമ്മയുടെ റൂമിലാവുമ്പോൾ അവിടെ സ്റ്റോറീസും നാടകങ്ങളുടെ അവതരണമൊക്കെ ഉണ്ടാവും, അത് കേൾക്കാനാണ്. മുത്തച്ഛൻ കേൾക്കുന്നത് കൃഷിയായിട്ട് ബന്ധമുള്ള പ്രോഗ്രാംസ് ആയിട്ടായിരുന്നു. പക്ഷേ വി ഹാവ് കം എ ലോങ് വേ ഫ്രം ദോസ് ഡേയ്സ്. ഞാൻ ഇന്ന് റേഡിയോ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ഇറ്റ് ഹാസ് ടു ബി പേഴ്സണലൈസ്ഡ്. 20 രാജ്യങ്ങളിൽ ഇത് കിട്ടുന്നുള്ളത് ഇസ് നോട്ട് ഗുഡ് ഇനഫ്. ദാറ്റ്സ് നോട്ട് ടുഡേ. എനിക്ക് എന്നെ എൻ്റർടൈൻ ചെയ്യണം, എൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രോഗ്രാംസ് എനിക്ക് തരണം, എനിക്ക് സൗകര്യമുള്ള സമയത്ത് നിങ്ങളത് തരണം. എനിക്ക് സൗകര്യമുള്ള എൻ്റെ ടെലിഫോണായാലും എൻ്റെ നോട്ട്ബുക്കായാലും എൻ്റെ കമ്പ്യൂട്ടറായാലും അതിൽ കൂടെ എനിക്കത് കേൾക്കാൻ പറ്റണം. എൻ്റെ പേഴ്സണൽ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യണം. എൻ്റെ സമൂഹത്തിൻ്റെ അല്ല, രാജ്യത്തിൻ്റെ അല്ല. ഗൾഫിലത്തെ മലയാളി എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്തൊരു പ്രോഗ്രാം അല്ല. എല്ലാ NRIs എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം അല്ല. പേഴ്സണലൈസ്ഡ് റേഡിയോ, ദാറ്റ്സ് വാട്ട് വി ആർ ഗെറ്റിംഗ് അറ്റ് ടുഡേ. അതിനുള്ള സോഫ്റ്റ്വെയറും ടെക്നോളജിയും ഇന്നുണ്ട്. ശബ്ദഗാംഭീര്യത്തിനെ പറ്റി പറഞ്ഞു കുറച്ച് നേരത്തെ. ടുഡേ യു ക്യാൻ എമുലേറ്റ് എനിബഡീസ് സൗണ്ട്. ഏതാളുടെ ശബ്ദവും സാമ്യവും ഉണ്ടാക്കിയിട്ട് TV പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ ഈസ് പോസിബിൾ, യു നോ ദാറ്റ്. അപ്പോൾ റേഡിയോവിൻ്റെ ടെക്നിക്കൽ പോസിബിലിറ്റീസും മാറിക്കൊണ്ടിരിക്കുകയാണ്. നെയ്റോ ലിങ്കിൽ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ തലയിലുണ്ടെങ്കിൽ, ബിക്കോസ് എൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫിക്സ്ഡ് രൂപമില്ലല്ലോ. എൻ്റെ മൂഡ് അനുസരിച്ചിട്ട്, എൻ്റെ സന്ദർഭം അനുസരിച്ച് ഐ കീപ്പ് ഓൺ ചേഞ്ചിങ് മൈ ടേസ്റ്റ് എവറി ഡേ. ഇന്നലെ എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആയിരുന്നു കേൾക്കാൻ ഇഷ്ടം. ഇന്ന് ഗിവ് മീ ബീറ്റ് മ്യൂസിക്, ഇന്ന് ഗിവ് മീ ഇറ്റാലിയൻ മ്യൂസിക്, ഗിവ് മീ ഹിന്ദി, തമിഴ്, English or any other language, if I had exposure of course. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം.
5-10 കൊല്ലം കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന റേഡിയോ വിൽ ബി പേഴ്സണലൈസ്ഡ്. ഇത് ചികിത്സ പോലെ തന്നെയാണ്. പണ്ടത്തെ പോലെ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പച്ച, നീല, മഞ്ഞ കുറേ കുപ്പി മരുന്നുണ്ട്. പനി എന്ന് പറഞ്ഞാൽ പച്ചക്കുപ്പി, മറ്റത് വയറിളക്കം എന്ന് പറഞ്ഞാൽ നീലക്കുപ്പി. ബട്ട് ദോസ് ഡേയ്സ് ആർ ഓവർ. ഇന്നിപ്പോൾ നിങ്ങളുടെ 100-150 പാരാമീറ്റേഴ്സ് വച്ചുകൊണ്ട് നിങ്ങളെ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് നോക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഇന്നും ഗ്രൂപ്പായിട്ട് കണ്ടിട്ടുള്ള ചികിത്സ നടക്കുന്നുണ്ട്. ഇവൻ അതിൻ്റെ സമയവും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ I think about it tomorrow. It doesn't matter if it comes in 5 or 10 years' time, but it will come. And then ഇപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അതെപ്പോൾ വരും? എനി ടൈം നാവ്. കുറേ കാലമായി അത് കേട്ടു തുടങ്ങിയിട്ട്. അടുത്ത കൊല്ലം ചൈനക്കാർ കണ്ടുപിടിച്ചു, ഗൂഗിൾ ചെയ്തു, അതല്ല മൈക്രോസോഫ്റ്റാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളത്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വരുമ്പോൾ പ്രോസസ്സിംഗ് സ്പീഡ് ലക്ഷക്കണക്കിന് തവണ കൂടും. ലക്ഷക്കണക്കിന്, or even million times faster. അപ്പോൾ ഇൻഫർമേഷൻ വിൽ ബി സ്റ്റോർഡ് ഓൺ ക്യൂബിറ്റ്സ്. ക്വാണ്ടം സയൻസിൻ്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചും കൊണ്ട് ഇൻഫർമേഷൻ വിൽ ഗെറ്റ് ട്രാൻസ്മിറ്റഡ്. മൈക്രോ സാറ്റലൈറ്റ്സ് വെച്ചും കൊണ്ട് അപ്പോൾ എവിടെയാണെങ്കിലും extremely large volumes of information can be passed on. അതിനുള്ളൊരു മീഡിയ വേണ്ട, കേബിൾ നെറ്റ്വർക്കിംഗ് വേണ്ട, ലൈൻ ഓഫ് സൈറ്റ് വേണ്ട, റീട്രാൻസ്മിറ്റേഴ്സ് വേണ്ട. ബിക്കോസ് ദ മൈക്രോ സാറ്റലൈറ്റ് ബിക്കംസ് യുവർ റീട്രാൻസ്മിറ്റർ. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്തിലേക്കാണ് 10-15 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പോവാൻ പോകുന്നത്. അത് ഒരു സൈഡിൽ. പക്ഷെ അതേ സമയത്ത് കേരളത്തിനെ തീറ്റിപ്പോറ്റുന്ന NRIs എസ്പെഷ്യലി ഫ്രം ദ ഗൾഫ് ഏരിയയിൽ ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് അവർക്കുള്ളത്. ബിക്കോസ് ദേ കനോട്ട് ഗെറ്റ് സിറ്റിസൺഷിപ്പ്. ദേ കണ്ടിന്യൂ ടു ബി മലയാളീസ് ഓൾ ദ വേ ത്രൂ. ഞാനും 1970 മുതൽ ഐ ആം എ NRI. ഐ ആം നോട്ട് എ ടിപ്പിക്കൽ മലയാളി. സിറ്റിസൺഷിപ്പ് അവിടെ എടുത്തില്ല എന്നുള്ളതല്ല, എൻ്റെ ഭാര്യ പുറത്തുനിന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പകുതി മലയാളിത്വം പോയി. പിന്നെ അവിടെ മലയാളികൾ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഉക്രൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രയേലിൽ കുറേ മലയാളികളുണ്ട്. ദേ കെയിം ഫ്രം കൊടുങ്ങല്ലൂർ ഏരിയ ക്വൈറ്റ് എ ബിറ്റ്. നോർത്ത് പരൂർ ആ ഏരിയയിൽ കുറേ പേരുണ്ടായിരുന്നു. ദേ ഹാവ് മോസ്റ്റ്ലി ഓൾ മൈഗ്രേറ്റഡ് ടു ഇസ്രായേൽ. സോ യു മൈറ്റ് ഫൈൻഡ് സം നമ്പേഴ്സ് ദേ. ഉക്രൈനിൽ അത്രയ്ക്കില്ല. മൈൻഡ് യു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഐ വാസ് ദ ഫസ്റ്റ് കമ്പനി ഫ്രം ഇന്ത്യ ടു ബി അക്രെഡിറ്റഡ് ദർ. ഐ നോ ദാറ്റ് പ്ലേസ് ക്വൈറ്റ് വെൽ. അപ്പോൾ അവിടേക്കെല്ലാം ഈ പ്രോഗ്രാം കിട്ടുന്നുള്ളത്, ഐ മീൻ ദാറ്റ്സ് ക്വൈറ്റ് നൈസ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രോഗ്രാം ഇൻ എ ടൈം ഫ്രണ്ട്ലി മാനർ, അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. എസെൻഷ്യലി 80% മലയാളികൾ ഗൾഫിലാണെങ്കിൽ അവിടേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇറ്റ് വിൽ ബി മച്ച് മോർ ഈസി ടു അറ്റൻഡ് ടു. ഉക്രൈനിലുള്ള 200-300 മലയാളികൾക്ക് വേണ്ടി, ഇസ്രായേലിൽ എത്രയെന്ന് എനിക്കറിയില്ല, ഇറ്റ് കുഡ് ബി ഫ്യൂ തൗസൻഡ്സ്. അവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ having said all that, I repeat, tomorrow of radio is personalized radio. ഒന്നും കൂടി പറയട്ടെ, എനിക്കിഷ്ടമുള്ള പ്രോഗ്രാം എനിക്ക് സൗകര്യമുള്ള സമയത്ത് എന്നെ എൻ്റർടൈൻ ചെയ്യാൻ, എന്നെ ഇൻഫോം ചെയ്യാൻ, എനിക്കെപ്പോഴും ഉത്തേജനം തരാനായിട്ടുള്ള അങ്ങനത്തെ പ്രോഗ്രാം എനിക്കിഷ്ടമുള്ള ഇൻസ്ട്രുമെൻറ്റിൽ കൂടെ എനിക്ക് കിട്ടണം. അതിന് സയൻസ് ഇന്ന് ഇറ്റ് ഈസ് പോസിബിൾ. വി ആർ ഓൾമോസ്റ്റ് ദെയർ. അപ്പോൾ ഇതിനെപ്പറ്റി ആലോചിക്കാൻ എല്ലാവരും ആഗ്രഹിച്ചും കൊണ്ട് താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ.
യുക്രൈൻ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിലെ മലയാളികൾക്കായുള്ള പ്രവാസി ഭാരതി ചാനൽ 4-ന്റെ ലോഞ്ചിങ് നിർവഹിക്കുകയാണ് ഡോക്ടർ റെജി മേനോൻ. Welcome to Pravasi Bharati Radio Network, Channel 4, Ukraine and Israel. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഉക്രൈൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിൽ വസിക്കുന്ന മലയാളികൾക്കായുള്ള പ്രവാസി ഭാരതിയുടെ പ്രഥമ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്കിന്റെ ഉദ്ഘാടന ചടങ്ങായ പ്രവാസി ഭാരതി റേഡിയോത്സവത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഉദ്ഘാടന വേദിയിലേക്ക്